ഇപ്പോൾ ഗംഗയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കല്യാണത്തിന് മുന്നും ഭയങ്കരമായിട്ടുണ്ട് ഈ കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ വീട്ടിലേക്ക് ചെന്നപ്പോൾ വീട്ടുകാർ ഇത് കണക്ക് ഉണ്ടാക്കി ബെഡ്റൂം ഒന്നും നേരെ ഒരിക്കില്ലെന്ന് പറഞ്ഞ് ആ സമയത്ത് ഭയങ്കരമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ ഗംഗ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഡെയിലി റൊട്ടീൻസ് ഒക്കെ ആയിരുന്നു. അതിനകത്ത് ആദ്യമേ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ എണ്ണിക്കുന്നു. അപ്പം ഭർത്താവുമായിട്ടുള്ള റൊമാൻസ് പോലൊക്കെ ആ വീഡിയോയിലുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് എന്തിനാണ് ഇത് കണക്കുണ്ട ഈ ഷോ കാണിക്കുന്നത്, ഇത് കണക്കുള്ള റൊമാൻസ് ഒക്കെ എന്തിനാണ് കാണിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലെന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് ഈ കമൻസ് ഇടാൻ തുടങ്ങി. ഇപ്പോൾ സാധാരണ രീതിയിൽ വ്ളോഗ് കാണുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നവർക്ക് എന്നെ മനസ്സിലാവുന്നതായിരിക്കും. ഇതാണ് കൊണ്ട് ഈ രാവിലെ എണ്ണിക്കുന്നതൊക്കെ അഭിനയിക്കുന്നതൊക്കെ വീഡിയോ എടുക്കുന്ന നമ്മൾ കാണുന്നതാണ്. അതുണ്ടെങ്കിൽ ഭയങ്കര നീറ്റായിട്ട് ഇപ്പോഴാണ് എണ്ണിച്ചതെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരുണ്ട് ഈ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമുക്കറിയാം ഇതാണൊക്കെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ചെന്ന് കിടക്കുക, എന്നിട്ട് എണ്ണിക്കുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് എണ്ണിക്കുന്ന പോലെയുള്ള രീതിയിൽ അഭിനയിക്കുന്നതാണ്. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. സോ ആ സമയത്തുണ്ട് ഇതണക്ക് ഭർത്താവുമായിട്ട് കൊഞ്ചൊന്നും അല്ലെങ്കിൽ ഇതണക്ക് റൊമാൻസും ഒക്കെ ഉണ്ട് അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ സാധാരണ രീതി നോക്കിക്കഴിഞ്ഞപ്പോൾ ഗംഗയ്ക്കെതിരെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായുള്ള കമൻസും കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തുള്ള റൊമാൻസ് കാര്യങ്ങൾ ഇതിനൊക്കെ എന്തിനാണ് സോഷ്യൽ മീഡിയ ഇടുന്നത്, ഇതെല്ലാം പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ, അതൊന്നും കാണേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്.